ഹേ ഗായ്സ് നമ്മൾ ഫാമിലി ആയിരുമ്പോൾ ട്രിപ്പ് പോയിട്ട് കുറേ കാലങ്ങളായി. അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ്. ആദ്യം നമുക്ക് ഒരു ഇന്നോവ മതിയായിരുന്നു പോയി തരാൻ. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ ട്രാവലറിനെ വേണം. കാരണം ആളെണ്ണം കൂടി എല്ലാവരും വലുതാവും ചെയ്തു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് വീണ്ടും ട്രിപ്പ് പോവാണ്. അതിന് ഇപ്പോഴാണ് സാഹചര്യം ഒന്ന് ഒത്തു വന്നത്. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി കയറി പുറപ്പെട്ടു. എല്ലാവരും വമ്പ എക്സൈറ്റ്മെന്റിലാണ്. പക്ഷേ വണ്ടി പഞ്ചായത്ത് നടന്നപ്പോൾ തന്നെ ബലൊക്കെ പണി തുടങ്ങി. എന്ത് അതന്നെ ഉറങ്ങുക ഒരു വൈബില്ലാത്ത മനുഷ്യന്മാരില്ലേ. ഇവരുടെ എങ്ങനെ ട്രിപ്പ് മുന്നോട്ട് പോകുന്ന അറിയില്ല. പിന്നെ എല്ലാവരും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെ കലാക്കിന്റെ വൈബാണ്. ഇവിടെ തുള്ളണു പാട്ട് പാടുന്നു എന്തെല്ലാമൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ പാട്ടിന്റെ സ്ഥലത്തിന്റെ പുസ്തകമൊക്കെ ഡിപ്രഷൻ അടിച്ചാൽ പണ്ടാറടങ്ങി. പുസ്തകം മാത്രമല്ല അപ്പുറത്തിന്റെ ആദം കുട്ടിയുണ്ട്. അല്ല സൈക്കിളിന് ഒരു പരിധി ഉണ്ടല്ലോ. പിന്നെ ചെക്കരണ്ട് പാട്ടിട്ടപ്പോൾ എല്ലാവരും ഓണായി. പക്ഷേ ആ സാധനം നമ്മൾ ഡ്രൈവർക്ക് അത്ര പിടിച്ചില്ലാവുന്നു. മൂപ്പരാകുമ്പോൾ കൃതാർത്ഥ പുളകിതിനെ ഒരു ഫീൽ. ആ മുഖം കണ്ടാൽ മനസ്സിലാവും അതാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ പിന്നെ പഞ്ചായത്തോടെ നടന്നപ്പോൾ തിന്നാൻ തുടങ്ങിയതാണ്. ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് എത്തുന്ന വേണ്ടി. അല്ലാതെ പലമാതിരി തുള്ളിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ മെല്ലെ തന്തൈബ ഉണ്ടോ എന്ന് നിൽക്കുന്ന സംശയമുണ്ട്. ഇതിനിടയിൽ നമ്മൾ റസീമുദ്ദീന്റെ ക്ലാസിക്കൽ സംഗീതം ഉണ്ടായിരുന്നു. വേറെ ആരൊക്കെ പാടെങ്കിലും ഷോ സ്റ്റീലർ റസീമുദ്ദീൻ തന്നെയായിരുന്നു. പിന്നെ എന്നെ കടത്തിയോട്ടെ നമ്മൾ തസ്ലീമും ഫർഹിയും തഷീരൊക്കെ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഓലപ്പം എൻ്റെ അമ്മയും ശ്രമിച്ചെങ്കിലും ഒന്നും നടക്കണില്ല. പിന്നെ റസീമുദ്ദീൻ അടുത്തേക്കൊന്നും എത്തിയത് നമ്മൾ മാമൻ പാടിയപ്പോഴാണ്. അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുമ്പോഴാണ് നമ്മളുടെ കലാകാരന്മാരെ കൊണ്ടുപോകില്ല. അപ്പം നമ്മളിത് ഒരു കലാകാരൻ ഉണർന്നുണ്ട്. അപ്പോൾ ഓക്കെ ബാക്കി കലാകാരന്മാരെയും മോട്ടറാക്കിയിട്ട് ഞാൻ വരാം.